സുഹൃത്തുക്കളെ, എന്റെ നിരകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. യുദ്ധം ഏഷ്യ ഭൂഖണ്ഡത്തിലേക്ക് കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനെ ആക്രമിച്ച് തരിപ്പണമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്രതമെടുത്തിരിക്കുന്നത് പോലെ യുദ്ധം നമ്മുടെ തീരത്തും അടുത്തിരിക്കുന്നുവെന്ന് സംശയമുണ്ട്. ലങ്കൻ കടൽത്തീരത്തിനടുത്ത് ഒരു ഇറാനിയൻ കപ്പലിനെ ഡിഗോ ഗാർഷ്യയിൽ നിന്നും, ഇന്ത്യൻ ഓഷ്യനിലുള്ള പഴയ ബ്രിട്ടീഷ് താവളം അമേരിക്ക കൈക്കലാക്കിയിരിക്കുകയാണ്. അവിടുന്ന് എത്തിയ ഒരു സബ്മറൈൻ തകർത്തു. അപ്പോൾ ഏവരുടെയും സംശയങ്ങളിൽ ഒന്ന് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നുള്ളതാണ്. ട്രംപ് പറയുന്ന 1-2 മാസങ്ങൾ തന്നെ വേണ്ടിവരും. ഇറാനിലൊരു ഭരണമാറ്റം ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ആക്ച്വലി ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം വെനിസ്വലയിലെ അർദ്ധരാത്രി അവിടുത്തെ പ്രസിഡന്റിനെ തൂക്കിക്കൊണ്ടുവന്ന് അമേരിക്കയിൽ അടച്ചതുപോലെ അവിടുത്തെ ജനവികാരവും അവിടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വ്യത്യസ്തമായിരുന്നു. പക്ഷേ അതാണോ ശരിക്കും തിയോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഇറാൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന്റെ അവസ്ഥ? അത്ര എളുപ്പമൊന്നും അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇവര് ഈ അമേരിക്ക കാലാകാലങ്ങളിൽ ഇതുപോലെ എത്രയോ ദ്രോഹം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ലിബിയയിൽ ഗഡാഫി ഒരു ഒരു ഔട്ട്ലാ പോലെയൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ, പക്ഷെ അമേരിക്കയെ ശരിക്കും ത്രട്ടൻ ചെയ്തു എന്നൊക്കെയാണ് ചരിത്രം. ഗഡാഫിയെ തട്ടി ആ നാട്ടിനെ നന്നാക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോളമാക്കി വെച്ചു. അഫ്ഗാനിസ്ഥാനിൽ എന്താണ് അവസ്ഥ? അവസാനം നിവൃത്തിയില്ലാതെ അവിടുത്തെ ഏറ്റവും വലിയ ഭീകരവാദികളെന്ന് പറയും താലിബാന്റെ കയ്യിൽ ഭരണം കൽപ്പിച്ചിട്ട് അവർ സ്ഥലം വിട്ടു. ഇറാഖില് പച്ചക്കള്ളം പറഞ്ഞു, അതായത് സദാം ഹുസൈൻ കുറെ രാസവായുധങ്ങളൊക്കെ ഉണ്ടാക്കി ലോകത്ത് നശിപ്പിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൂഫുമില്ലാതെ ആ മനുഷ്യനെ അങ്ങനെ ചെയ്തികളെല്ലാം ഞാൻ ന്യായീകരിക്കുന്നില്ല. ഒരു ആവശ്യമില്ലാതെയാണ് കുവൈറ്റിന് കയറി ആക്രമിച്ചിട്ട് അവസാനം ഈ അവസ്ഥയിലെത്തിയത്. അവിടെ കയറി ഇടപെട്ട് അതിനെന്തോന്നും ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കിയോ. അതുപോലെ കുവൈറ്റിനെ രക്ഷിച്ചെടുത്തു. പക്ഷേ അതിപ്പോൾ അമേരിക്കൻ പോക്കറ്റ് പോലെ ബേസിക്കലി അവിടുത്തെ സകല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥയിൽ അവരെത്തി. അത് അവർക്ക് നേട്ടം തന്നെയാണ്. അപ്പോൾ ലോകം മുഴുക്കെ ഈ പറയുന്ന രീതിയിൽ സഭ്യമായ സർക്കാരിനെ പ്രതിഷ്ഠിക്കും എന്നുള്ള ഒരു അമേരിക്കൻ പോളിസിയിൽ സത്യത്തിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു പച്ചക്കള്ളമൊന്നുമല്ല. ഇപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ സകലമാന രാജാക്കന്മാരുടെയും സെക്യൂരിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെ ഒരു തരത്തിലും ജനാധിപത്യ ക്രമം ഉണ്ടാകരുതെന്ന് വ്രതമെടുത്തതുപോലെ ഈ അമേരിക്കൻ ബേസുകളെല്ലാം അവിടുത്തെ രാജാക്കന്മാരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ യുദ്ധം അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താകുമെന്നുള്ളത് ശരിക്കും പ്രവചിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ 1-2 കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഇസ്രയേല് താൽക്കാലികമായിട്ട് കുറെ എന്താ പറയുക, അവര് വിജയങ്ങളൊക്കെ നേടാം. ഖൊമേനിയെ കൊന്നു, അവിടുത്തെ കുറെ നേതാക്കന്മാരെ കൊന്നു. അതിന്റെ അൾട്ടിമേറ്റ് എഫക്റ്റ് ഇസ്രയേലി രാഷ്ട്രം തീർച്ചയായിട്ടും ഇതിന് ഒരു വില കൊടുക്കേണ്ടി വരും. അതിന്റെ രീതിയിൽ പണ്ട് ഇസാഖ് റബീൻ ഒരു പാലസ്തീനിയൻ അറബ് ഒക്കെ ആയിട്ടൊരു സന്ധി സംഭാഷണം സ്വീഡിഷ് സ്റ്റോക്ക്ഹോം അക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിയലിസ്റ്റിക് സിറ്റുവേഷനിൽ നീങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ദാരുണമായി അവിടെ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ഇസ്രയേലിൽ ജനിച്ചു വളർന്ന അവിടെ കളിയാക്കി പറഞ്ഞ കാക്ടസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ജനതയ്ക്ക് ജനസംഖ്യയിൽ കാര്യമായിട്ടുള്ള ഒരു പങ്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാറുമെന്നും എങ്ങനെയെങ്കിലുമൊക്കെ ഈ അയൽ രാജ്യങ്ങളുമായിട്ടൊരു സഹവർത്തിത്വം അവർ സംഘടിക്കുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ പണ്ട് ബുഷ്, ഈ പറയുന്ന ചെറിയ ബുഷിന്റെ സ്വന്തം ബുഷാണ് കുവൈറ്റിലേക്ക് അന്നത്തെ ഗൾഫ് യുദ്ധം ഏതൊരു വിധത്തിലും പ്രതിരോധിക്കാൻ സാധിക്കാതെ സദാം ഹുസൈൻ കീഴടങ്ങുകയും അത് വലിയൊരു നേട്ടമായിട്ട് കുവൈറ്റിനെ സ്വതന്ത്രമാക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ട് അമേരിക്കയിൽ വലിയ കയ്യടിയൊക്കെ കിട്ടിയ ഒരു സംഭവമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? അത് തിരഞ്ഞെടുപ്പിൽ
ബുഷിന്റെ ശരിക്കും പറഞ്ഞാൽ ആഫീസ് പൊട്ടിച്ചു ആക്ച്വലി. അതായത് ഇതൊന്നും തന്നെ ഒരു ജനപ്രീതി സംഭവമല്ല. ഇപ്പൊ തന്നെ ഈ ഇറാൻ യുദ്ധം അമേരിക്കൻ ജനതയിൽ ബഹുഭൂരിപക്ഷവും അതൊരു വലിയ ധീരതയായിട്ട് കണക്കാക്കുന്നു എന്ന് തോന്നുന്നില്ല. അതിന്റെ സൂചനകൾ US കോൺഗ്രസിലും സെനറ്റിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നവംബറിലൊരു ബൈ ഇലക്ഷൻ നടക്കുകയാണ്. ബൈ ഇലക്ഷനിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കോൺഗ്രസിലും സെനറ്റിലും ഒക്കെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആധിപത്യം അവസാനിക്കുകയും അതെല്ലാം പ്രതിപക്ഷ കക്ഷികളുടെ കയ്യിലാകുകയും ചെയ്യുക ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ വ്യവസ്ഥതയിൽ വളരെയധികം എന്താ പറയുക ഒരു വില കൽപ്പിക്കുന്ന എന്റെ പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസിഡന്റ് ഒരു ഇംപീച്ച്മെന്റിന് വിധേയനാകേണ്ടി വരും. ഇംപീച്ച്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് അങ്ങനെ അധികാരത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാലും അങ്ങേർക്ക് പ്രയാസമില്ല. കാരണം അതൊക്കെ കണക്കാക്കിയാണ് ഒരു വൈസ് പ്രസിഡന്റിനെ നിയമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വൈസ് പ്രസിഡന്റ് പെൻസ് അവസാന സമയത്ത് ബുഷിനെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിശ്ചിതമായി വിമർശിച്ചു. ഇത്തവണ വച്ചിരിക്കുന്ന പയ്യൻസ് അധികാരം കൈ കിട്ടിക്കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ട്രംപിന് പാർഡൻ കൊടുക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും. ഇതൊക്കെയാണ് ഈ യുദ്ധത്തിന്റെ പോക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള എളിമയായ ചില കാര്യങ്ങൾ. ഇതിലെത്രത്തോളമൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തൽക്കാലം നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.